For today's meditation, let's turn to the Gospel of Luke, chapter 19, verse 28 to 35. ഇന്നത്തെ വചനധ്യാനത്തിനായി ലൂക്കോസിന് സുവിശേഷം 19 അധ്യായം 19:28-29 വായിക്കാം. I'm going to read it, follow along with whatever version you have. Luke Gospel, chapter 19, verse 28 to 35. When Jesus, had said this, he went ahead and going out to Jerusalem. It came to pass when he drew near Bethphage and Bethany at the mountain called Olivet, that he sent two of his disciples, saying, Go into the village opposite you, where as you enter you will find a colt tied on which no one has ever sat. Loose it and bring it here. And if anyone asks, Why are you loosening it? Thus you shall say to him, Because the Lord has need of it. ആമേൻ. ഇങ്ങനെ വായിച്ചു തുടങ്ങുന്ന 28. ഇത് പറഞ്ഞിട്ട് അവൻ മുമ്പായി നടന്നുകൊണ്ട് യെരൂശലേമിലേക്ക് യാത്ര ചെയ്തു. അവൻ ഒലിവുമലയരികെ ബേത്ഫഗേക്കും ബെഥാന്യയ്ക്കും സമീപിച്ചപ്പോൾ ശിഷ്യന്മാരിൽ 2 പേരെ അയച്ചു. നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ. അതിൽ കടക്കുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്തൊരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അതിനെ അഴിച്ചു കൊണ്ടുവരുവിൻ. അതിനെ അഴിക്കുന്നത് എന്ത് എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുവിൻ എന്ന് പറഞ്ഞു. Praise the Lord. This morning the title of my message is A Donkey's Divine Detour, or കഴുതക്കുട്ടിയുടെ ദൈവിക വഴിത്തിരിവ്. The donkey's divine detour. ആമേൻ. ഒരു കഴുതക്കുട്ടിയുടെ ദൈവിക വഴിത്തിരിവ് എന്ന ഒരു തലക്കെട്ടോട് കൂടി ഇന്നത്തെ എൻ്റെ ദൂത് ആരംഭിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Amen. And this week as we are getting ready to partake in our fasting prayer, I have been praying in the presence of the Lord, preparing our hearts and our minds for this weekend's meetings. And the Spirit of God illuminated this scripture portion to share with you this morning. ഈ ആഴ്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് നമ്മുടെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നാം തയ്യാറെടുക്കുമ്പോൾ, ആത്മാവിലെ സത്യത്തിലൊക്കെ തയ്യാറെടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് ഉള്ളിൽ പ്രകാശിപ്പിച്ച ഈ വചനഭാഗമാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. So I want to share a few things, and we have the Lord's table. I want to quickly go into that. Amen. So without any delay, amen, we look into the scripture, we see this same incident is described in all 4 gospels. ആമേൻ. 4 സുവിശേഷത്തിലും ഇതേ സംഭവം വിവരിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. Matthew's Gospel 21 verses 1 through 9. ആമേൻ. മത്തായിയുടെ സുവിശേഷം 21:1 മുതൽ 9 വരെ വായിക്കുമ്പോൾ, Mark's Gospel chapter 11 verse 1 through 10. മാർക്കോസിന്റെ സുവിശേഷം 11:1 മുതൽ 10 വരെ വായിക്കുമ്പോൾ, passage we just read today, and then also Gospel of John chapter 12 verse 12 to 15. യോഹന്നാന്റെ സുവിശേഷം 12 മുതൽ 12 വാക്യം മുതൽ 15 വരെ. This is a description of Jesus entering the city of Jerusalem, getting ready to face his death. ആമേൻ. തന്റെ യെരൂശലേമിലേക്ക് പ്രവേശിച്ച് തന്റെ മരണത്തെ മുഖാമുഖം കാണുവാൻ തക്കവണ്ണം യേശുക്രിസ്തു തയ്യാറെടുക്കുന്ന ഒരു സംഭവത്തെയാണ് വിവരിക്കുന്നത്. And we see here that he is choosing to ride on a donkey and enter the city. ആ യെരൂശലേമിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു കഴുതക്കുട്ടിയെ തിരഞ്ഞെടുക്കുന്നതായി നാം കാണുന്നു. And what is the significance of this passage? ആമേൻ. ഈ വചനഭാഗത്തിന്റെ സിഗ്നിഫിക്കൻസ് പ്രത്യേകത എന്താണ്? That's what we're going to look at today. അതാണ് ഇന്ന് പ്രഭാതത്തിൽ നോക്കുന്നത്. Amen. Firstly, amen, we see in Gospel of Matthew chapter 21 verse 4 through 5, it says, This he did so that the words spoken by the prophets may be fulfilled. മത്തായിയുടെ സുവിശേഷം 21:4-5 പറയുമ്പോൾ പ്രവാചക ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞത് നിവർത്തീകരിക്കാൻ തക്കവണ്ണം ഇത് ചെയ്തു എന്ന് പറഞ്ഞു. പഴയ നിയമ പ്രവാചകന്മാർ അരുളി ചെയ്ത ദൈവിക ആലോചന നിവർത്തിക്കേണ്ടതിനായി യേശു ഈ കാര്യം ചെയ്തു. He did this to fulfill the counsel of God that was spoken by the Old Testament prophets. പഴയ നിയമ പ്രവാചകന്മാർ വിളിച്ചു പറഞ്ഞ പ്രവാചക ശബ്ദം നിവർത്തീകരിക്കാൻ തക്കവണ്ണം യേശുക്രിസ്തു ഇത് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. Okay, here we need to understand a few things. ആമേൻ. ചില കാര്യങ്ങൾ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. Amen. This scripture is the word of God. ദൈവത്തിന്റെ വചനമാണ് ഈ തിരുവഴുത്തിൽ കൂടി നാം കാണുന്നത്. Every religion has their own religious book. ഏത് മതവിഭാഗക്കാർക്ക് എടുത്താലും അവർക്ക് അവരുടേതായ മതഗ്രന്ഥമുണ്ട്. But we make a very strong claim that it is no other book that is God's word except this holy Bible. ആമേൻ. മറ്റേത് മതഗ്രന്ഥത്തെക്കാളും നമ്മുടെ ഗ്രന്ഥം എടുക്കുമ്പോൾ അത് ദൈവത്താൽ എഴുതപ്പെട്ടതാണെന്ന് ഏറ്റവുമായി നമുക്ക് അവകാശവാദം പറയുവാൻ കഴിയും. Amen. So this is starting our fundamental truth. This is our basic doctrine. We believe the scriptures are number one verbally inspired. ദൈവിക ശ്വാസത്താൽ എഴുതപ്പെട്ട. They are verbally inspired by God. ആമേൻ. ദൈവിക വിശ്വാസത്താൽ എഴുതപ്പെട്ട തിരുവചനം എന്ന് യഥാർത്ഥമായി നമുക്ക് വിളിച്ചു പറയാൻ കഴിയും. Number 2, they are inner. അതിനകത്ത് ഒരു തെറ്റില്ല. There is no mistake. There is no error in this book. I mean, it is called inerrancy of the word of God. ആമേൻ. ഈ വചനഭാഗത്തിനകത്ത് ഒരു തെറ്റെടുത്തു കാണിക്കുവാൻ കഴിയാത്ത
കഴിയാത്ത ഒരു വിശുദ്ധ പുസ്തകം എന്ന് നമുക്ക് വിളിച്ചു പറയാൻ Number കഴിയും. 3, it is infallible, meaning ആമേൻ ഒരാളിനെ തെറ്റിപ്പിക്കാൻ പറ്റത്തില്ല ഈ പുസ്തകം. This book cannot lead anyone to error. Amen. This will only lead to truth. അവൻ സ്ഥിരതയോടെ നിൽക്കുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിനെ വഴിതെറ്റി തിരിക്കുവാൻ കഴിയാത്ത ഒരു വേദപുസ്തകം നമുക്ക് വിളിച്ചു പറയാൻ കഴിയും. Praise the Lord. Amen. This is our foundational teaching. ആമേൻ. ഇതാണ് നമ്മുടെ യഥാർത്ഥമായ Every one of us needs to, the word of God is inspired, inerrant and infallible. അവൻ തെറ്റില്ലാത്തതാരെയും തെറ്റിക്കാത്തത് ഒരു ദൈവത്തിന്റെ വചനമാണ് ഈ ഗ്രന്ഥത്തിൽ കൂടി നാം കാണുന്നത്. Now you have to understand this. Today's society says, oh, this is just a book written by man. ആമേൻ. ഒരു മനുഷ്യനാൽ എഴുതപ്പെട്ട ഒരു പുസ്തകമായി എന്ന് പറയുന്നുണ്ട്. ഇന്നത്തെ ലോകം അങ്ങനെ പറയുന്നേ. The word of God is written by 40 different authors. ആമേൻ. 40 എഴുത്തുകാരാൽ എഴുതപ്പെട്ട തിരുവചനം. Amen. Across 3 different continents. 3 ഭൂഖണ്ഡങ്ങളിലായി എഴുതപ്പെട്ട ഒരു തിരുവചനം. In 3 different languages it is written. 3 ഭാഷകളിൽ എഴുതപ്പെട്ട തിരുവചനം. And it is written in the time span of 1500 years. 1500 വർഷങ്ങൾക്കുള്ളിൽ എഴുതപ്പെട്ട ഒരു തിരുവചനം. That's this book. ആമേൻ. അതാണ് ഞാൻ വിളിച്ചു പറയുന്ന എന്റെ വചനം. Now, if I ask, let's say we need to write the history of this church. ആമേൻ. ഈ സഭയുടെ ഒരു ചരിത്രം എഴുതണമെന്ന് പറയുമ്പോൾ So me and my brother, we have been here since day one. We both decide to write this history. ആമേൻ. ഞാനും എന്റെ സഹോദരൻ ഇവിടെ ആദ്യ ദിവസം തൊട്ട് ഉണ്ട്. ഇത് ചർച്ച തുടങ്ങിയപ്പോൾ ഉണ്ട്. അപ്പോൾ അത് എനിക്ക് എഴുതാൻ കഴിയും. No matter what, when you compare what I write and what he write, there will be at least some conflict in what we write. ആമേൻ. ഞാനും എന്റെ സഹോദരനും രണ്ട് ഭാഗത്തായിട്ട് എഴുതി കഴിഞ്ഞാൽ അതിനകത്ത് ചില തെറ്റുകൾ, ചില വ്യത്യാസങ്ങൾ കണ്ടെടുക്കാൻ കഴിയും. He will say we moved into this building in May. I will say March. തെറ്റില്ലേ? Hey, this is human. If it is written by human, it is inevitable that facts, the descriptions will conflict. There will be discrepancies. There will be, amen, wrong statements in that contradict each other. ആമേൻ. മാനുഷിക കരത്താൽ എഴുതപ്പെടുന്ന 2 പുസ്തകങ്ങൾ എടുത്തു നോക്കുമ്പോൾ അതിനകത്ത് പറയപ്പെട്ടതായ വ്യത്യാസങ്ങൾ എടുത്തു പറയുവാൻ കഴിയുമെന്ന് ഞാൻ പറയുന്നു. But now this book, ഈ ദൈവവചന written by 40 different people. 40 എഴുത്തുകാരാൽ എഴുതപ്പെട്ട തിരുവചനം. 40 different people who lived in different time in different places in different areas. ആമേൻ. പലയിടങ്ങളിൽ പല സമയങ്ങളിൽ ജീവിച്ചിരുന്ന പല എഴുത്തുകാരാൽ എഴുതപ്പെട്ട തിരുവചനം. And they wrote on the same topic, the revelation of God. ദൈവത്തിന്റെ വെളിപ്പാടിനാൽ എഴുതപ്പെട്ട സെയിം സംഭവം. And not one contradiction. ആമേൻ. അതിനകത്ത് ഒരു വ്യത്യാസം പോലും എടുത്തു കാണിക്കാൻ അതിനകത്ത് we messed up here, ഇതല്ല ഞങ്ങൾ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഈ പുസ്തകം തീർത്തേണ്ടി വന്നിട്ടില്ല. ആമേൻ. We never had to make any correction in this book saying this is not what should have been. ആമേൻ. ഇങ്ങനെയല്ലായിരുന്നു ആയിരിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഈ പുസ്തകം ഒന്ന് തിരുത്തുവാൻ തക്കവണ്ണം ഒറ്റ പ്രാവശ്യം പോലും to this day no fact in this Bible has contradicted history. ആമേൻ. ചരിത്രത്തെ എഴുതി മാറ്റുവാൻ തക്കവണ്ണം ഒന്നുപോലെ ഇതിനകത്ത് ഉണ്ടായിരുന്നില്ല എന്ന് വിളിച്ചു പറയുന്നു. This book has never contradicted science. ആമേൻ. ഈ സയൻസിനെ മാറ്റിവെക്കാൻ കഴിയത്തില്ലായിരുന്നു. Amen. Before we know astrology and all these things, but the ones who didn't know any astrology, anything, amen, said in this thing, amen, who created it, when it was created, how it was created. ആസ്ട്രോളജിയെ പറ്റി ഒന്നും അറിയാത്തവൻ പോലും എന്നാൽ സൃഷ്ടിതാവ് അതിനകത്ത് പറഞ്ഞു എങ്ങനെ ചെയ്തു, എങ്ങനെ ഇതിനെ സൃഷ്ടിച്ചു എന്ന് യഥാർത്ഥമായി വിളിച്ചു പറയുന്ന The ones who didn't know any physics or chemistry, amen, wrote this book, but it fits follows the laws of physics and chemistry. ഫിസിക്സോ കെമിസ്ട്രിയോ പറ്റി അറിയാത്ത ഒരുവൻ എഴുതപ്പെട്ടത് എന്നാൽ അവന് ഫിസിക്സിനെയും കെമിസ്ട്രിയൊക്കെ യഥാർത്ഥമാക്കുന്ന തരത്തിലാണ് പുസ്തകത്തിലൂടെ എഴുതി വെച്ചത്. What is the chance of this happening if it was just written by man? ഒരു മാനുഷിക കരത്താൽ എഴുതപ്പെട്ടതാണെങ്കിൽ ഇങ്ങനെ ഒരിക്കലും ഒരു സാമ്യം ഉണ്ടാകത്തില്ലായിരുന്നു. The chance is 1 in 100. That's the math. 1 in 550 billion. എന്ന് വെച്ചാൽ ഇത് അങ്ങനെ വരുവാൻ യാതൊരു സാധ്യതയില്ല. It is impossible for a book to come together like that just simply with the efforts of man. ആമേൻ. ഒരു മാനുഷികന്റെ വെളിപ്പാടുകളിലൂടെ എഴുതിപ്പെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സിമിലാരിറ്റി വരുവാൻ ഈ പുസ്തകത്തിനകത്ത് വരുവാൻ ഒരു സാധ്യമേ ഇല്ല. കുഞ്ഞേ, ഈ പുസ്തകം ദൈവത്തിന്റെ വചനമാണ്. This book is the holy word of God. ദൈവത്തിന്റെ വിശുദ്ധ വചനമാണ് വിശുദ്ധ പുസ്തകത്തിലുള്ളത് എന്ന് ഉറക്കെ വിളിച്ചു പറയുക. This is why we hold
heart to this book. അവൻ അതാണ് ഞാൻ എന്റെ മാർബോട് ചേർത്തണിച്ച് നിങ്ങളോട് വിളിച്ചു This is പറയുന്നത്. why we read this book. അവൻ ഇതാണ് നമ്മൾ യഥാർത്ഥമായി വായിച്ച് മുമ്പോട്ട് ഓടേണ്ടത്. This is why we love this book. അതുകൊണ്ടാണ് ഞാൻ ഇത് യഥാർത്ഥമായി ഇതിനെ സ്നേഹിച്ച് ചേർത്തണിച്ചുകൊണ്ട് പോകുന്നത്. Because this is His Yes. word. അവൻ ഇതെന്റെ ദൈവത്തിന്റെ വചനമായതുകൊണ്ട്. Praise the Lord. Yes, amen. Yes, amen. In this scripture, there are many prophecies written about the Messiah, the Savior of the world. ആമേൻ. ഈ ലോകത്തിന്റെ രക്ഷിതാവിനെ കുറിച്ച് അനേകര് ഇതിന്റെ അകത്ത് വിശുദ്ധ വേദപുസ്തകത്തിന്റെ അകത്ത് പ്രവാചക ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. There are prophecies concerning His birth. ആമേൻ. അവിടുത്തെ ജനനത്തെ പറ്റി വിളിച്ചു പറയുന്നു. Prophecies concerning about His life. ആമേൻ. അവിടുത്തെ ജീവിതത്തിനെ പറ്റി, ജീവനെ പറ്റി, ഇവിടുത്തെ ജീവിതത്തെ പറ്റി പറയുന്നു. About His death, about His burial, about His resurrection, about His ministry. All of this is prophesied in the scriptures. അവിടുത്തെ ഇവിടെ ആയിരിക്കുമ്പോഴുള്ള ശുശ്രൂഷ, അവിടുത്തെ മരണം, അവിടുന്ന് വീണ്ടെടുപ്പ്, അവിടുത്തെ പുനരുത്ഥാനം, അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഈ പുസ്തകത്തിനകത്ത് വിളിച്ചു പറയുന്നു. And one such scripture and such prophecy we see in the book of Zechariah chapter 9 verse 9. സെക്കറിയാവിന്റെ പുസ്തകത്തിന്റെ 9:9 വാക്യം 9-ാം അധ്യായം 9-ാം വാക്യത്തിലേക്ക് കടന്നു And വരുമ്പോൾ when the Messiah is coming and riding down on a donkey. ആമേൻ. മശിഹ ഒരു കഴുതപ്പുറത്ത് എഴുന്നള്ളി വരുന്നു എന്ന് അവിടെ വിളിച്ചു പറയുന്നുണ്ട്. Oh, now this was said hundreds of years before. നൂറുകണക്കിന് വർഷങ്ങൾക്ക് പിന്നാലെ വിളിച്ചു പറഞ്ഞ ഒരു പ്രവാചകൻ. But now Jesus is coming ready to enter Jerusalem. യെരുശലേമിലേക്ക് അകത്തേക്ക് കടക്കുവാൻ തയ്യാറെടുക്കുന്ന യേശു ക്രിസ്തു ഇപ്പോൾ കാണുന്നു. And now He is choosing to ride on a donkey and enter the city. അവൻ ആ യെരുശലേമിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു കഴുതപ്പുറത്ത് കയറി അതിനകത്തേക്ക് കടക്കുവാൻ തയ്യാറെടുക്കുന്നു. He is showing the world who the Old Testament prophets prophesied about. I am He. ആമേൻ. പ്രവാചക ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞ അന്ന് അതാണ് ഞാനാകുന്നു എന്ന് ഇതിൽ കൂടി അവൻ വെളിപ്പെടുത്തുവാണ്. പഴയ നിയമ പ്രവാചകന്മാരെ കുറിച്ച് പ്രവചിച്ചോ, അവർ ആത്മാവിൽ ആരെ കണ്ടോ, അവൻ ഞാൻ തന്നെയാ. I am the one whom is spoken of in the scripture. ആരെ പറ്റി വിളിച്ചു പറഞ്ഞോ അവൻ ഞാൻ തന്നെയാണെന്ന് ഇപ്പോൾ ഇതിൽ കൂടി വിളിച്ചു പറയുന്നു. So number one, this is a prophetic fulfillment. ഒരു പ്രവചന ദൂതിന്റെ നിവർത്തിയാണ് this scripture. ആമേൻ. ഒരു prophetic fulfillment ആണ് നമ്മൾ ഇതിൽ കൂടി കാണുന്നത്. Praise the Lord. ആമേൻ. This morning, our God is a God who fulfills the prophecies and promises, amen, in the scriptures and over our lives. അവൻ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയുന്ന ദൂത നമ്മുടെ ദൈവം എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിലായിരിക്കുന്ന പ്രവചനത്തിന്റെയും വാഗ്ദത്തത്തിന്റെയും നിവൃത്തീകരിക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ വിളിച്ചു He's പറയുന്നത്. not just a God who speaks the prophecy, He's the one that fulfills the prophecy. പ്രവചനത്തെ മാത്രം വിളിച്ചു പറയുന്നവനല്ല, പ്രവചനം വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നിവൃത്തീകരിക്കുവാൻ ശക്തനായ ദൈവത്തെയാണ് ഞാൻ ഇന്ന് വിളിച്ചു പറയുന്നത്. അങ്ങനെ ഒരു ദൂത കയറി വരുന്നുണ്ട്. ആരൊക്കെയോ പല വിഷയത്തിനകത്ത് നിരാശപ്പെട്ട് ഇന്ന് രാവിലെ ഇവിടെ ഇരിക്കുന്നു എന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരെ നോക്കിക്കൊണ്ട് പറയുന്നു, ദൂത, മകനെ, വാഗ്ദത്തം ഞാൻ നിവർത്തിക്കും, പ്രവചന ശബ്ദം ഞാൻ നിവർത്തിക്കും. I am the God that can fulfill the promises and the prophecies in your life today. നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന പ്രയാസങ്ങളുടെ നടുവിൽ ഒരു വാഗ്ദത്തം നിങ്ങളുടെ ജീവിതത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ, ഒരു പ്രോമിസ് തന്നിട്ടുണ്ടെങ്കിൽ അത് നിവർത്തീകരിക്കുവാൻ ശക്തനായ ദൈവം എന്നുള്ളൊരു ദൂത പ്രത്യേകമായി നിങ്ങൾ ഇവിടെ ആയിരിക്കുന്ന ചിലരോട് വിളിച്ചു പറയുന്നു. Praise God. ആമേൻ. ആമേൻ. Now when we look into this passage, we are just, why did Jesus choose, amen, to ride on a donkey? എന്തുകൊണ്ടാണ് ഒരു കഴുതയെ തന്നെ അതിനകത്തേക്ക് യെരുശലേമിൽ കയറാൻ തെരഞ്ഞെടുത്തെന്നു? I heard many pastors preach that താഴ്മയും വിനയം കാണിക്കാൻ is to show humility and lowliness in the life of Jesus. ആമേൻ. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലെ താഴ്മയും വിനയവും കാണിക്കാൻ എന്ന് പല പ്രസംഗികരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നല്ല വ്യാഖ്യാനമാണ്, പക്ഷെ അതല്ല അതിന്റെ ശരി. വ്യാഖ്യാനം അത് but that's not the reason. അത് നല്ല വ്യാഖ്യാനമായിട്ട് നമുക്ക് എടുക്കാമെങ്കിലും ഒന്നല്ല, അതല്ല യഥാർത്ഥമായി ശരിയായി. When you study the scriptures, you see prominent leaders all rode on donkeys. ആമേൻ. ഇതിനകത്ത് നോക്കുമ്പോൾ prominent leaders, നേതാക്കന്മാരൊക്കെ കഴുതപ്പുറത്ത് പോകുന്നതായി നാം കാണുന്നു. Yeah, we see many wealthy individuals in both the Old Testament and New Testament riding on donkeys. പഴയ നിയമ പുതിയ നിയമം എടുക്കുമ്പോൾ സമ്പന്നരായിരിക്കുന്നവരൊക്കെയും കഴുതപ്പുറത്ത് കടന്നു പോകുന്നതായി. So this has nothing to do with humility and lowliness. ഇത് താഴ്മയോ ബഹുമാനത്തെയോ ഒന്നും കാണിക്കുന്നതല്ല. Okay, this in order for us to understand, we need to understand there is a key historical moment in the people of Israel. ഒരു
ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ചരിത്ര നിമിഷം ഉണ്ടായിരിക്കുന്നു എന്ന് കാണുന്നു. Yes, 1 Kings chapter 1. എടുക്കണ്ട, ഞാൻ പറയാം. 1 Kings chapter 1, we see a key historical moment there. അവൻ രാജാക്കന്മാരുടെ പുസ്തകം എടുക്കുമ്പോൾ അതിന്റെ അകത്ത് ചരിത്രമായ ഒരു പ്രധാന നിമിഷം കാണുന്നുണ്ട്. The kingship of David is coming to an end. ആമേൻ. ദാവീദിന്റെ രാജകീയത്വം അവസാനിക്കാൻ പോകുന്ന അവസ്ഥ. And there is a question there, who is the next rightful king to take the place of David? ദാവീദിന്റെ സിംഹാസനത്തെ ആര് ഏറ്റെടുക്കും എന്നുള്ളൊരു ചോദ്യം അവിടെ ഉയർന്നു വരുന്നു. This is a big question because at this time David has multiple wives, multiple children. No one knows who is the one who is going to become the next successor of the throne. അനേക ഭാര്യമാരും അനേക കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ ആരാണ് ദാവീദിന്റെ പിന്തുടര അവകാശം എന്നുള്ളൊരു ചോദ്യം അത് വളരെ ഇമ്പോർട്ടന്റ് ആയി കാണുന്നു. So David calls Nathan the prophet, Zadok the priest, and Benaniah, and comes and says, do one thing. Put Solomon on my donkey, on my mule, and have him walk through the city of Jerusalem down to Gihon. ആമേൻ. അവിടെ ആയിരിക്കുന്ന ദനിയാലിനെയും അങ്ങനെ 3 പേരെയും വിളിച്ചിട്ട് തന്റെ കഴുതപ്പുറത്ത് ശലോമനെയും കയറ്റി ഗീഹോനിലേക്ക് കടന്നു പോകാൻ പറയുന്നു. പട്ടണത്തിൽ കൂടി യാത്ര ചെയ്യുക, to walk, journey through the city, and by doing that the people will see, amen, he is the one that is chosen to be the next king. പട്ടണത്തിൽ കൂടി കടന്നു പോകുന്നവൻ കാണുമ്പോൾ അവനാണ് എന്റെ അടുത്ത അവകാശി എന്നുള്ള അവിടുത്തെ ജനം കാണുമ്പോൾ തിരിച്ചറിയുമെന്ന് പറഞ്ഞു. Praise the Lord. So amen, we see this scripture. This is a historical thing because this has never happened before that and it has never happened after that. ആമേൻ. ആ സംഭവത്തിന് മുമ്പോ പിമ്പോ നടക്കാത്ത ഒരു ചരിത്രപരമായ ഒരു അതുല്യമായ ഒരു നിമിഷമാണ് അത് നടക്കുന്നത്. Amen. To declare who the rightful king is, amen, having him ride on a donkey down the city of Jerusalem. ആമേൻ. അവിടുത്തെ കിരീടാവകാശി രാജകീയത്വം ആരാണ് ഏറ്റെടുക്കേണ്ടതെന്ന് അറിയുവാൻ തക്കവണ്ണം അത് പ്രഖ്യാപിക്കുവാൻ തക്കവണ്ണം ഗീഹോൻ എന്ന പട്ടണത്തിലേക്ക് അവിടെ യെരൂശലേം പട്ടണത്തിലേക്ക് കൂടെ കടന്നു പോകുന്നു. But now years later, ആമേൻ, എന്നാൽ വർഷങ്ങൾക്ക് ശേഷം hallelujah, in that same city, ആമേൻ, അതേ പട്ടണത്തില് down the same road, അതേ നേർവഴി വഴിയിൽ കൂടി there is one who is riding on the donkey. മറ്റൊരുവൻ കഴുതപ്പുറത്ത് കൂടി കടന്നു പോകുന്നുണ്ട്. He is declaring to the world, ഈ ലോകത്തോട് വിളിച്ചു പറയുന്നു, പ്രഖ്യാപിക്കുന്നത് ഒന്ന്, from the lineage of David, ദാവീദിന്റെ വംശപാരമ്പര്യത്തിൽ കൂടി I am the next rightful king. ഞാനാണ് അവിടുത്തെ യഥാർത്ഥമായ രാജാവെന്ന് വിളിച്ചു പറയുന്നു. Yes, ദാവീദിന്റെ വംശാവലിയിൽ അധികാരത്തിൽ ഇരിക്കേണ്ടവൻ ഞാൻ തന്നെയാ. I am the king who will sit on the throne. ആമേൻ. ആ സിംഹാസനത്തിൽ ഇരിക്കേണ്ടത് യോഗ്യനായ ഒരുവൻ ഞാനെന്ന് വിളിച്ചു പറയുന്ന ഒരു സംഭവമാണ് ആ നേർവീതിയിൽ കൂടി നടക്കുന്നത്. So this passage is not only a prophetic fulfillment, he is making a prophetic declaration to the world there. പ്രവചന നിവർത്തീകരണം മാത്രമല്ല, ഈ ലോകത്തോട് പ്രവചനത്തിന്റെ ഒരു പ്രഖ്യാപനം കൂടിയാണ് അവിടെ നടത്തുന്നത്. ആമേൻ. ഇന്ന് ഞാൻ തച്ചന്റെ മോനാ. Today I am the carpenter's son. ആമേൻ. ഒരു തച്ചന്റെ മകനായിരിക്കാം, but I am going to be king of kings. ആമേൻ. ഞാൻ രാജാക്കന്മാരുടെ രാജാവാകാൻ പോകുന്ന Today പ്രഖ്യാപനം. you may see me as like an ordinary man, സാധാരണ മനുഷ്യനായി നിങ്ങൾ എന്നെ കാണുന്നെങ്കിൽ, but I will come as the Lord of Lords. ആമേൻ. ഞാൻ കർത്താവായി മടങ്ങി വരുമെന്ന് പറയുന്നു. Today I have nothing in my hand. എന്റെ കൈകൾ ഇപ്പോൾ ശൂന്യമായി നിങ്ങൾ കാണുന്നെങ്കിൽ, തലവെക്കാൻ ഇടമില്ല, അരക്കാശില്ല. I have no money, no place to lay. എനിക്ക് പറയപ്പെടുവാൻ അവകാശമുഴുവാൻ തലചായ്ക്കാൻ ഒരിടമില്ലാത്ത അവസ്ഥയെങ്കിൽ, but one day, ഒരു ദിവസം all heaven and earth will be given unto me. ഈ സ്വർഗാദി ഭൂമിയിലെ സകലം എന്റെ കയ്യിൽ നൽകപ്പെടുന്ന ഒരു സമയം. ദൈവസമയം, നമ്മുടെ ദൈവം ആരാ? ആമേൻ. ഹല്ലേലൂയ. Who is our God? നമ്മുടെ ദൈവം ആരാന്ന് തിരിച്ചറിയണം സമയം. He is the king of the world. ആമേൻ. ഈ ലോകത്തിന്റെ രാജാവ്. He is king of America. ഈ അമേരിക്കയുടെ രാജാവാ. He is king of India. ഇന്ത്യയുടെ രാജാവാ. He is king of ICAT. ആമേൻ. ഈ ഐക്യാട് ചർച്ചിന്റെ രാജാവല്ലേ? രാജാവി രാജാവിന്റെ മുമ്പാകെ, യേശുവിന്റെ മുമ്പാകെ, രാജാവി രാജാവിന്റെ മുമ്പാകെ. Praise the Lord. It's a prophetic declaration.
ആമേൻ കർത്താവേ. ഇതൊരു പ്രവചനമായി പ്രഖ്യാപനമായി. It's a prophetic declaration. ആമേൻ ഇതൊരു പ്രവചന പ്രഖ്യാപനമായിട്ട് നാം കാണുന്നു. Number 3, it's a prophetic promise. ആമേൻ ഒരു പ്രവചനത്തിന്റെ ഒരു പ്രവചനത്തിന്റെ വാഗ്ദത്തമായി കാണുന്നു. This God, Jesus is making a promise. ആമേൻ ഇവിടെ ഒരു വാഗ്ദത്തം യേശുക്രിസ്തു നൽകുവാണ്. For us to understand this, we need to understand the life of that donkey. ആ കഴുതക്കുട്ടി മനസ്സിലാക്കണം. ആ കഴുതക്കുട്ടിയുടെ ജീവിതം എന്താണെന്ന് നാം യഥാർത്ഥമായി മനസ്സിലാക്കണം. Look at Luke 19 verse 30 says. ആമേൻ ലൂക്കോസിന്റെ സുവിശേഷം 19:36 കടന്നു വരുമ്പോൾ 30ാമത്തെ വാക്യം verse 30, look what it says there. ആമേൻ 30ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ It says there, he sent 2 of his disciples and go to the village. You will enter there and find a colt, a donkey that is tied. ആമേൻ നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ. അതിൽ കടക്കുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്തൊരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. So the donkey is living. ആമേൻ ആ കഴുതക്കുട്ടി അവിടെയാണ് ജീവിക്കുന്നത്. The donkey is able to function. ആമേൻ ആ കഴുതക്കുട്ടിക്ക് എല്ലാം ചെയ്യുവാൻ കഴിയും. But there's what? ആമേൻ എന്നാ എന്താ സംഭവിക്കുന്നത് നോക്കി. A tie on him. ആമേൻ അവന്റെ മേൽ ഒരു കെട്ടുണ്ട്. Praise God. This donkey is tied to one place. ആമേൻ ഒരു സ്ഥലത്ത് കെട്ടിയിട്ടിരിക്കുന്ന ഒരു അവസ്ഥ. Who should I tie? ആമേൻ ആരെയാ കെട്ടണ്ട? I tie myself. എന്നെ തന്നെ കെട്ടുമ്പോൾ നിങ്ങൾക്ക് പ്രയാസമില്ലല്ലോ. I tie myself. This is what this donkey looks like. ആമേൻ ഇങ്ങനെയാണ് ഒരു കഴുതക്കുട്ടി കാണുന്നത്. This is what some of you look like. ആമേൻ നമ്മളിൽ പലരും ഇങ്ങനെയാ. Praise the Lord. I'm saved. ആമേൻ ഞാൻ രക്ഷിക്കപ്പെട്ടതാ. I baptized. ആമേൻ ഞാൻ സ്നാനപ്പെട്ടതാ. I came to the church. ഞാൻ ഈ സഭയിലേക്ക് കടന്നു വരുന്നുണ്ട്. ജീവനുണ്ട്. എനിക്ക് ജീവനുണ്ട്. I'm alive. Everything is going. എല്ലാം നന്നായി പോകുന്നു എന്ന് But what's തോന്നലേ. there? എന്നാൽ എന്താ സംഭവിക്കുന്നത്? ഒരു കെട്ടന്റെ മേലിരിക്കുന്നു. Praise God. Hallelujah. Udagamana hatanadiya. Amen. What is this bondage? ആമേൻ എന്താണ് ഈ ബന്ധനം എന്ന് പറയുന്നത്? When we talk about bondage, people imagine so many things. ആമേൻ ബന്ധനത്തെ പറ്റി പറയുമ്പോൾ പല തരത്തിലുള്ള ചിന്തകളാണ് നമ്മുടെ ഉള്ളിൽ But വരുന്നത്. most of the time, this bondage is nothing else but simply some of the thoughts in our mind. ആമേൻ ബന്ധനം എന്ന് പറയുന്നത് സങ്കീർണമായതൊന്നല്ല, ചില ചിന്തകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ്. കെട്ടെന്ന് പറഞ്ഞു വേറൊന്നുമല്ല, നമ്മുടെ മനസ്സിനകത്ത് ഇങ്ങനെ പിശാചോ ലോകോ ജഡോ ഇട്ടിരിക്കുന്ന ചില ചിന്തകളാണ് തന്നെ നമ്മളെ കെട്ടിവെച്ചിരിക്കുക. It is the thoughts that come from the world, the flesh and Satan that is putting that tie on us. ആമേൻ ഈ ലോകത്തിൽ നിന്നോ സാത്താനിൽ നിന്നോ കടന്നു വരുന്ന ചില ബന്ധനങ്ങൾ, ചില ചിന്തകളാണ് കെട്ടുകളായി നമ്മുടെ ജീവിതത്തിൽ ഭവിച്ചിരിക്കുന്നത്. You're looking at me and say, Pastor, that's not us. ആമേൻ ഇത് ഞങ്ങൾക്കുള്ളതല്ല എന്ന് Let's ask some questions and find out where we stand. ആമേൻ നമ്മൾ എവിടെ ആയിരിക്കുന്നു തന്നെ ശോധന ചെയ്തു കഴിഞ്ഞാൽ അത് തിരിച്ചറിയാൻ കഴിയും. When we come into God's presence, are we able to worship God freely in the spirit? ആമേൻ പരിശുദ്ധാത്മ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ പരിശുദ്ധാത്മാവിൽ നിങ്ങൾ യഥാർത്ഥമായി സ്വതന്ത്രമായിട്ട് ആരാധിക്കാൻ കഴിയുന്നുണ്ടോ? ആത്മാവിലും സത്യത്തിലും പരസ്പരം മറന്ന ദൈവത്തെ ആരാധിക്കാൻ പറ്റുന്നുണ്ടോ? Are you able to let go and just worship the Lord? Or is there so many things in your mind that is suppressing that worship down? ആമേൻ നിങ്ങളുടെ ആരാധനയെ കെടുത്തുവാൻ തക്കവണ്ണം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? അതോ ആത്മാവിൽ സ്വതന്ത്രമായി നിങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നുണ്ടോ? This morning, if you are not able to worship the Lord in tongues, in spirit, by the unction of the power of God, I'm telling you, brother, sister, there's a tie on you. ആമേൻ ഇന്ന് പ്രഭാതത്തിൽ ഇതിന്റെ അകത്ത് കടന്നു വന്ന അന്യഭാഷ അടയാളത്തോടെ ആത്മാവിൽ ആരാധിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ഒന്ന് വിളിച്ചു പറയുന്നുണ്ട്, നിങ്ങളുടെ മേലോ ഇതുപോലൊരു കെട്ടു വീണിട്ടുണ്ട്. Amen. Number 2, when the word is being preached, are you able to receive the word in the spirit? പറയപ്പെടുന്ന ദൂത യഥാർത്ഥമായി ആ ആത്മാവിൽ നിങ്ങൾ കേട്ടെടുക്കുവാൻ കഴിയുന്നുണ്ടോ? Is the word doing a work in your heart? കേൾക്കപ്പെടുന്ന വചനം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ക്രിയ ചെയ്യുന്നുണ്ടോ? Throughout the week, when you're working, when you're in the kitchen, when you're doing different things, are you keep thinking on that word and pondering and meditating on that word? ആമേൻ കേൾക്കപ്പെടുന്ന വചനം നിങ്ങളുടെ അടുത്ത ആഴ്ചയിൽ അടുത്ത ദിവസങ്ങളിൽ അത് ജോലി സ്ഥലത്തായിക്കോട്ടെ നിങ്ങളുടെ ഭവനങ്ങളിലായിക്കോട്ടെ അത് നിങ്ങളിൽ ജീവൻ വെക്കുന്നുണ്ടോ, ക്രിയ ചെയ്യുന്നുണ്ടോ? Or is this something that goes one ear and out the other? ഒരു ചെവി കേട്ട് മറ്റൊരു ചെവിയിലേക്ക് കടന്നു കളയുന്ന ഒരു അവസ്ഥയാണോ? Is this something you ignore? ആമേൻ നിങ്ങൾ പലപ്പോഴും നിരാകരിച്ചു കഴിഞ്ഞു. Is this something you forget? ആമേൻ പലതും മറന്നു കഴിഞ്ഞു പോകുന്നു. What was preached last week? I don't remember. ആമേൻ അടുത്ത ആഴ്ച കഴിഞ്ഞ ആഴ്ച എന്താ പറഞ്ഞത് പോലും തിരിച്ചറിയാത്ത മറന്നു പോകുന്ന അവസ്ഥ. Well, man, the Spirit of God spoke very powerfully, prophetically Friday night. What did the Spirit of God say?
I'm not sure. ആമേൻ. വെള്ളിയാഴ്ചകളിലെ വളരെ പ്രവാചക ശബ്ദത്തില് ദൂതുകൾ വിളിച്ചു പറഞ്ഞ് എന്തു പറഞ്ഞെന്ന് പോലും ഓർക്കാത്ത തിരിച്ചറിയാത്തൊരവസ്ഥ. അച്ഛന്റെ മേൽ കേട്ട് there's a chai on you when you can, that word is not doing a work inside of you. ആമേൻ. കേൾക്കപ്പെടുന്ന ദൂത് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തെടുക്കുന്നില്ല, ക്രിയ ചെയ്യുന്നില്ലെങ്കിൽ ഇതിനകത്തൊരു യഥാർത്ഥമായ കെട്ടുണ്ട് സഹോദരങ്ങളെ. Praise the Lord. What are the carnal natures that have not changed in years? ആമേൻ. നമ്മുടെ വർഷങ്ങളായിട്ട് നമ്മുടെ ജീവിതത്തിൽ ആയിരിക്കുന്ന ജഡീകത്വം ഏതൊക്കെയാണ് മാറ്റുവാൻ കഴിയാതിരിക്കുന്നത്? ഞാൻ ഇങ്ങനെ, ഇനി അത് മാറാൻ പോകുന്നില്ല. I am this way, that is not going to change. That is the definition of a tie. ആമേൻ. ഞാൻ എന്റെ ജീവിതം ഇങ്ങനെയാണ്, ഇതിനകത്ത് എനിക്ക് മാറ്റാൻ കഴിയത്തില്ലെങ്കിൽ അതൊരു കെട്ടിന്റെ മറ്റൊരു ഡെഫിനിഷൻ ആയിട്ട് നമുക്ക് പറയാൻ കഴിയും. അതാണ് അതിന്റെ ഡെഫിനിഷൻ. You are held down in your character, in your carnal character. നിങ്ങളുടെ ജഡീക സ്വഭാവങ്ങൾ ഇതിനകത്തേക്ക് കെട്ടിട്ട് വെക്കുന്ന ഒരു അവസ്ഥ. Amen. What are the characters that is pushing you away from the people of God, the church of God, the servants of God? ദൈവത്തിന്റെ മക്കളിൽ നിന്നും, ദൈവദാസന്മാരിൽ നിന്നും, ദൈവസഭയിൽ നിന്നും മാറ്റി നിർത്തുന്ന സ്വഭാവങ്ങൾ, കെട്ടുകൾ എന്തൊക്കെയാണ്? Jealousy, അസൂയ, pride, ആമേൻ, അഹങ്കാരം, superiority, ആമേൻ, ഉന്നത ഭാവം, inferiority, ആമേൻ, താഴ്ന്നിരിക്കുന്ന ഒരു ഭാവം. so many issues. ആമേൻ. പല തരത്തിലുള്ള ഭാവങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. This is all ties. ഇതെല്ലാം ഈ കെട്ടിന്റെ ഒരു ഡെഫിനിഷൻ ആയിട്ട് എടുക്കാം. പക്ഷെ ഞങ്ങൾ പെന്തിക്കോസ്തുകാരാ. എന്നാ ഞങ്ങള് പെന്തിക്കോസിലെ ഞങ്ങൾ വർഷങ്ങൾ കൊണ്ട് ഇതിനകത്ത് ഇരിക്കുക. ആമേൻ. വർഷങ്ങളുടെ പാരമ്പര്യം കൊണ്ട് ഇതിനകത്തുള്ളത്. We've been here since I was born into this. ആമേൻ. ഞാൻ ഇതിനകത്താ ജനിച്ചു വീണെന്നുള്ള ഒരു മനോഭാവത്തോടെ That's പോകുന്നു. what this donkey is saying. അത് തന്നെയാണ് ഈ കഴുതക്കുട്ടിയും പറയുന്നത്. Thank you. ഉപവാസ പ്രാർത്ഥനയ്ക്ക് മുമ്പ് ദൈവാത്മാ നമ്മളോട് സംസാരിക്കുക. God is speaking to us in preparation for this weekend's fasting. ആമേൻ. ഉപവാസ പ്രാർത്ഥന, നിങ്ങൾ ഉപവാസം എടുക്കുന്നതിന് മുമ്പ് യഥാർത്ഥമായി പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കും. ഈ വീക്കെൻഡ് നമ്മൾ പ്രാർത്ഥിക്കുന്ന കൊളംബിയക്ക് വേണ്ടി, ഇറാന്റെ യുദ്ധത്തിന് വേണ്ടി അല്ല. We are not fasting and praying for the Iran war. We are what is our prayer request? ലോകത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല നമ്മുടെ ഉപവാസ പ്രാർത്ഥന ഇപ്പോൾ. ആമേൻ. ഈ സാധനം ഊറണം. ആമേൻ. കെട്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥ മാറണം. Now the interesting thing is Gospel of Matthew, it says an interesting thing there. ആമേൻ. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. Amen. That none of the other gospel messages say. ആമേൻ. മറ്റൊരു സുവിശേഷത്തിലും പറയാത്തത്. It says, Jesus says, you will go there, you will find a colt and her mother tied there. ആമേൻ. ഒരു കഴുതക്കുട്ടിയും അതിന്റെ മദറിനെയും കാണുവാൻ കഴിയുമെന്ന് പറയുന്നു. And Jesus is loosened them both. ആമേൻ. രണ്ടിന്റെയും കെട്ടഴിച്ചു കൊണ്ടുവരാനാണ്. Amen. So it's not just കുട്ടിയുടെ വിഷയം മാത്രമല്ല, കുട്ടിയുടെ അമ്മയും കെട്ടുവെച്ചിരിക്കുക. The donkey's mom is also bound. ആമേൻ. അവിടെ ആയിരിക്കുന്ന കുട്ടി മാത്രം കഴുതക്കുട്ടിയല്ല, കഴുതക്കുട്ടിയുടെ അമ്മയും കെട്ടപ്പെട്ട ഒരു അവസ്ഥയിലേക്കൂടെ കടന്നു പോകുന്നു. See, when you have one, it's very easy to get the next one. ആമേൻ. ഒരാൾക്കുണ്ടെങ്കിൽ മറ്റൊരിടത്തിലേക്ക് കടന്നു പോരാൻ ഒരു കുടുംബത്തിൽ ഒരാൾ കിട്ടിയാൽ മതി, അടുത്ത ആൾ കിട്ടാൻ അത്ര വലിയ പാട്. It's not hard for the next one in that family to fall in that same thing. ഒരു കുടുംബത്തിനകത്ത് ഒന്ന് കെട്ടപ്പെട്ട അവസ്ഥയാണെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് വ്യാപരിക്കാൻ അധിക സമയമൊന്നും വേണ്ട. Hallelujah. In fact, some theologians say that this കഴുതക്കുട്ടി, this baby donkey was not bound at all. ആമേൻ. ചില വേദപണ്ഡിതന്മാർ പറയുന്നു ഈ കൊച്ചു കഴുതക്കുട്ടി അത് കെട്ടപ്പെട്ട അവസ്ഥയിലല്ല എന്ന് പറയുന്നുണ്ട്. What they say is the mother donkey was tied. എന്നാൽ ആ അമ്മ, കഴുതക്കുട്ടിയുടെ അമ്മ കെട്ടപ്പെട്ട And what അവസ്ഥയിലാണ്. happens is the baby donkey, because the mother is there, it will never leave that mother's side. It will stay there. ആമേൻ. ആ കഴുതക്കുട്ടിയുടെ അമ്മ കെട്ടപ്പെട്ട അവസ്ഥ കാലത്തോളം ആ കഴുതക്കുട്ടിയും ആ അമ്മയോടൊപ്പം ഓരം ചേർന്ന് Yeah, the kutti may go here or there, but then at the end he will always stay around that area. So even without tying the baby donkey is essentially stuck there. ആമേൻ. അമ്മ കെട്ടപ്പെട്ട അവസ്ഥയിലായതുകൊണ്ട് ആ കുട്ടിക്ക് മറ്റൊരിടത്തേക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയിൽ അമ്മയോടൊപ്പം ചേർന്ന് കെട്ടിന്റെ അവസ്ഥയിലേക്ക് തന്നെ പോകുന്ന അവസ്ഥ. This past 1 week I have been praying
for you all. ആമേൻ. ഇന്ന് ഈ കഴിഞ്ഞ ആഴ്ചകളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. I've been in the presence of God for this fasting prayer. ആമേൻ. ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ആഴമായി ഇരിക്കുകയായിരുന്നു ഞാൻ. And something I hear all the time is this. ആമേൻ. എപ്പോഴും ഞാൻ ദൈവത്തിൽ നിന്ന് കേൾക്കുന്നത് ഇതായിരുന്നു. Especially as we are doing an English fasting prayer, as well as we're bringing a younger speaker, everybody's thinking is കുഞ്ഞുങ്ങൾക്ക് നല്ലതാ. This is good for the kids. ആമേൻ. ഇംഗ്ലീഷ് ഫാസ്റ്റിംഗ് പ്രയർ എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്നുള്ളൊരു ചിന്താഗതി പലപ്പോഴും നമ്മുടെ മുതിർന്നവരുടെ മനസ്സിൽ കടന്നു വരുന്നു. കുഞ്ഞുങ്ങൾക്ക് വിടുവിക്കപ്പെടണം. കുഞ്ഞുങ്ങൾ The വിടുവിക്കപ്പെടണം. children should get delivered. ആമേൻ. സ്തോത്രം. ആമേൻ. കർത്താവേ. I'm going to say something. You may not like it or not. But some of your children's deliverance begins with your deliverance. ആമേൻ. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിടുതലിനെ നോക്കിയാണെന്ന് ഞാൻ യഥാർത്ഥമായി നിങ്ങളോട് വിളിച്ചു പറയട്ടെ. ആത്മാ വിളിച്ചു പറയും. ആമേൻ. പരിശുദ്ധാത്മാവ് യഥാർത്ഥമായി നിങ്ങളോട് വിളിച്ചു പറയുക. Uncle, when that bondage of pride breaks, that's when the bondage of pornography will break over your son. നിങ്ങളുടെ മേലുള്ള അഹങ്കാരത്തിന്റെ കെട്ടഴിയുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേലുള്ള pornographyയുടെ കെട്ടഴിഞ്ഞു മാറും. Jesus. ഞാൻ ഇവിടെ നിർത്താം. ദൈവമേ. What is the problem here? എന്താണ് നമ്മൾ കൂടി കടന്നു പോകുന്ന പ്രശ്നം? The tie is there to control the donkey, but the tie is not causing any issues for this donkey. ആമേൻ. കഴുതക്കുട്ടിക്ക് ആ ഒരു പ്രശ്നമായിട്ട് കാണുന്നില്ല. എന്നാൽ ആ കഴുതക്കുട്ടിക്ക് സ്വതന്ത്രമായി പോകാൻ കഴിയുന്നില്ലല്ലോ. With this, the donkey is able to eat 3 times a day. ആമേൻ. 3 നേരം അതിന് കഴിക്കാൻ കഴിയുന്നുണ്ട്. Breakfast, lunch and dinner. ആമേൻ. പ്രഭാതവും ഉച്ചയും സന്ധ്യയൊക്കെ He's കഴിക്കുന്നുണ്ട്. drinking his water. വെള്ളം കുടിക്കുന്നുണ്ട്. He's moving around. ആമേൻ. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. Everything is, what is the problem? എന്താ പ്രശ്നം? എനിക്ക് ചെല്ലാം ചുറ്റോട് ചുറ്റും നടക്കുവാൻ കഴിയുന്നുണ്ട്. See, it's not like this is choking my neck or anything. ആമേൻ. അതിന്റെ കഴുത്തിനെ മുറുക്കുന്നതുമില്ല. And here, ഇവിടെ കഴുത്തിനെ മുറുക്കുന്നുമില്ല. what is the problem with this? എന്നാൽ ഈ കെട്ടുകൊണ്ട് എന്താണ് പ്രശ്നമായിട്ട് നമുക്ക് തോന്നുന്നത്? There's only one problem here. ഒരു പ്രശ്നം മാത്രം കാണുന്നുണ്ട്. Oh donkey, there is a plan of God about your life. ആമേൻ. കെട്ടപ്പെട്ടിരിക്കുന്ന കഴുതക്കുട്ടിയെ നിന്റെ മേൽ ഒരു പദ്ധതി ദൈവത്തിൽ നിന്നുണ്ടെന്ന് പറയുന്നു. And you may be able to move around and do all these things here, but as long as this is on you, the plan of God is never be fulfilled in your life. നിങ്ങൾക്ക് ഒരു പക്ഷേ ചുറ്റോട് ചുറ്റും നടക്കുവാൻ കഴിയും, നിങ്ങളുടെ ജീവിതകാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ കഴിയും. എന്നാൽ കെട്ട് നിങ്ങളുടെ ഉള്ള കാലത്തോളം നിങ്ങൾക്ക് ദൈവത്തിൽ നിന്നുള്ള പദ്ധതി നിങ്ങളുടെ മേൽ നിറവേറ്റുവാൻ കഴിയത്തില്ലെന്ന് പരിശുദ്ധാത്മാവ്. This morning the Spirit of God is saying. ആമേൻ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ വിളിച്ചു പറയുന്നത്. For some of you, this is not a problem. ആമേൻ. ഈ കെട്ട് ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമായി കാണുന്നില്ലായിരിക്കാം. What's the problem? You're able to go to school. ആമേൻ. സ്കൂളിൽ കടന്നു പോകാൻ You're കഴിയുന്നുണ്ടോ? able to study. ആമേൻ. പഠിക്കുവാൻ കഴിയുന്നുണ്ടോ? You're able to get good grades. നല്ല ഗ്രേഡ് കിട്ടുന്നുണ്ടോ? You will get a good job. ആമേൻ. നല്ല ജോലി You ലഭിക്കുന്നുണ്ടോ? will find a good life partner. നല്ല ലൈഫ് പാർട്ണറെ You കിട്ടുന്നുണ്ട്. will get a good, good settle down. You get a good house. നല്ല ഭവനം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. What's the problem? എന്നാൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നു. Everything is going just as we wanted. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അതുപോലെ തന്നെ നമ്മുടെ ജീവിതം പോകുന്നു. അനുഗ്രഹത്തിന്റെ കലവറ ദൈവം തുറന്നു വെക്കുക. The door of blessing God will open for you. ആമേൻ. ദൈവത്തിൽ നിന്ന് അനുഗ്രഹത്തിന്റെ കലവറ നിങ്ങളുടെ മുമ്പിൽ ഉണ്ട് എന്നുള്ള ചിന്തയോടുകൂടി കടന്നു പോകുന്നു. But you know that plan of God that was spoken over your life? ആമേൻ. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ വിളിച്ചു പറഞ്ഞ ദൈവത്തിന്റെ ചില പ്രവചനങ്ങൾ. You remember when that prophet laid hands on you and said you will be a missionary? ആമേൻ. ഒരു മിഷനറി ആയിരിക്കണമെന്ന പ്രവാചക ശബ്ദത്തിൽ നിങ്ങളുടെ മേൽ തലമേൽ കൈവച്ച് പറഞ്ഞത് You ഓർമ്മയില്ലേ? remember when the Spirit of God told you that you would help many people who are broken? ആമേൻ. മുറിവേൽക്കപ്പെട്ടിരിക്കുന്ന പല ജനങ്ങൾക്ക് വേണ്ടി സഹായമായി നിങ്ങൾ മാറുമെന്ന് പറഞ്ഞതല്ലേ? You remember when the Spirit of God said, I'm going to show you the visions and revelation? ആമേൻ. വെളിപ്പാടുകൾ നിങ്ങളുടെ മുമ്പേ ഞാൻ കാണിക്കുമെന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രവചന ശബ്ദം Remember പറഞ്ഞു. the Spirit of God said, I'm going to use you in the ministry? ആമേൻ. മിനിസ്ട്രി ശുശ്രൂഷയ്ക്കകത്തേക്ക് നിങ്ങളെ ഉപയോഗിക്കുമെന്ന് പ്രവാചക ശബ്ദത്തിൽ നിങ്ങളോട് വിളിച്ചു പറഞ്ഞതല്ലേ? Uncle, Andy, Achacha, Chechi, Apacha, Ammachi, young people, you are throwing away the plan of God as long as this remains on you. ഈ കെട്ടുള്ളിടത്തോളം കാലം നിങ്ങളുടെ മേൽ പറഞ്ഞിരിക്കുന്ന
പറഞ്ഞിരിക്കുന്ന പ്രവചനത്തെ അത് നിവർത്തീകരിക്കാതെ നിങ്ങൾ മുമ്പോട്ട് നിങ്ങൾ ഓടി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് വേദാർത്ഥമായി വിളിച്ചു പറയുന്നു. This is the struggle that we pastors have. ആമേൻ. ഈ പ്രശ്നമാണ് നമ്മുടെ ശുശ്രൂഷകന്മാർ കൂടി കടന്നു പോകുന്നത്. കെട്ടഴിക്കുന്നതല്ല ബുദ്ധിമുട്ട്, ഇവരെ കൺവിൻസ് ചെയ്യാൻ that this is a problem. That's our struggle. ആമേൻ. നമ്മൾ ആയിരിക്കുന്ന ഈ കെട്ടുണ്ട് എന്ന് നിങ്ങളോടൊക്കെ ഒന്ന് പറയുവാൻ കഴിയാത്ത അവസ്ഥയിലാണ് ശുശ്രൂഷകന്മാർ കഴിഞ്ഞു പോകുന്നത്. ഇതേതോ നമുക്കെന്തോ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഇതിൽ കൂടി എന്തോ നേടാൻ വേണ്ടിയാണ് ഇന്ന് പലരുടെ ഭാവം. It is as if like we pastors have something to gain, something to accomplish through this. No, brother, no, sister. We are trying to open your eyes to help you realize you are throwing away God's plan on your life. ആമേൻ. ഇത് ശുശ്രൂഷകന്മാരുടെ ജീവിതത്തിൽ എന്തെങ്കിലും നേടിയെടുക്കുവാനല്ല, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് വേണ്ടി ദൈവത്തിന്റെ പ്രവചനത്തിന്റെ നിവൃത്തീകരണത്തിന് വേണ്ടിയാണ് നിങ്ങളോട് ദൂത് വിളിച്ചു പറയുന്നത്. Look at Luke 19 verse 30. 19 ലൂക്കോസ് 19:30 കടന്നു വരുമ്പോൾ Jesus said, loose it. അഴിച്ചുകൊണ്ടുവരുവേൻ, അഴിക്കുവിൻ. Bring it here. ആമേൻ. അഴിക്കുവിൻ എന്നത് ഇവിടേക്ക് കൊണ്ടുവരുവിൻ എന്ന് പറയുന്നു. This morning, that's the word of the Lord for us. ആമേൻ. അതാണ് ദൈവത്തിന്റെ കൽപ്പന ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളോട് വിളിച്ചു പറയുന്നത്. എന്റെ ദൈവം ചിലരെ അഴിച്ചു വിടുന്നവനാ. My God is the one that loosens and brings certain people. ഇന്ന് പ്രഭാതത്തിൽ ഇവിടെ ആയിരിക്കുന്ന ചിലരുടെ വ്യക്തികളുടെ കെട്ടുകളെ അഴിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവരാൻ പോവുകയാണ്. ആമേൻ. യെസ്. അത് സംഭവിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. ദൈവമേ, ചിലത് അഴിയട്ടെ കർത്താവ്, ചിലത് അഴിയട്ടെ കർത്താവ്. യെസ്, യെസ്, യെസ്. ബൗഡാര ബാബാ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ കർത്താവ്. അഴിഞ്ഞ മതിയാവട്ടെ. ചില ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ കർത്താവ്. ചില കെട്ടുകൾ പൊട്ടി മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. ഓ ഹല്ലേലൂയ. ആത്മാവിൽ ഹല്ലേലൂയ ആരാധിപ്പാൻ കഴിയാതൊന്നും ആയിരിക്കുന്നത്. ഓ അഴിഞ്ഞു മാറട്ടെ. ആത്മാവിൽ ആരാധിച്ച് യേശുവിന്റെ നാമത്തിൽ. യെസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ വ്യക്തികളുടെ, കുടുംബങ്ങളുടെ, കുഞ്ഞുങ്ങളുടെ യേശുവിന്റെ നാമത്തിൽ സഭയ്ക്ക് മേൽ നിൽക്കുന്നത് ഓ സ്വതന്ത്രമാകട്ടെ കർത്താവേ, സ്വതന്ത്രമാകട്ടെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കർത്താവേ. Hallelujah. Hallelujah. I'm hearing it very strong in me. I am the God that can loosen any tie over you. ഏത് കെട്ടുകളെയും അഴിച്ച്, നിങ്ങളുടെ മേലുള്ള ഏത് കെട്ടുകളെയും അഴിച്ചു കളയുവാൻ അസാധ്യമായ ഒരു കർത്താവാണ് ഞാനെന്ന് യഥാർത്ഥമായി വിളിച്ചു പറയുന്നു. I don't know how many years that donkey was tied. അവൻ എത്ര വർഷക്കാലം ആ കഴുതക്കുട്ടി അവിടെ കെട്ടപ്പെട്ട അവസ്ഥയിലെന്ന് I എനിക്കറിയില്ല. don't know how it came about that way. എങ്ങനെയാണ് കെട്ടപ്പെട്ട അവസ്ഥയിലേക്ക് വന്നതൊന്നും എനിക്കറിയത്തില്ല. ഇതൊന്നും അവിടുത്തെ ഒരു വിഷയമല്ല. This is not a problem. This is not a matter relevant fact for the Lord Jesus Christ. യേശുക്രിസ്തുവിന് ഈ കെട്ടപ്പെട്ട അവസ്ഥ ഒരു മാറ്റമായിട്ട് തോന്നുന്നതേ ഇല്ല. Whether it's 1 week, 1 month, 1 year, 1 decade. My God is the God who can loosen every time. ആമേൻ. ഒരു ആഴ്ചയായിക്കോട്ടെ, ഒരു മാസമായിക്കോട്ടെ, വർഷങ്ങളുടെ കാലപ്പഴക്കമാണെങ്കിലും കെട്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് കെട്ടഴിക്കുവാൻ തക്കവണ്ണം സ്വർഗസ്ഥനായ ദൈവത്തിന് ഒരു നിമിഷം മതിയെന്ന് യേശു പരിശുദ്ധാത്മാ ദൂതിൽ വിളിച്ചു പറയുക. ഒരു മറ്റൊരു വഴിത്തിരിവിലേക്ക് മടങ്ങുന്നു. യേശുവിന്റെ നാമത്തില്. Yes, hallelujah, hallelujah, hallelujah. Loose it. Loose it. Loose it. Loose it. Yes, oh God. Amen. Yes, hallelujah. Oh, bara 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 uda rababa udane. Udane uda rababa. Bara bara uda. Sirra bara. യേശുവിന്റെ നാമത്തില് അപാര ബബബ മൗഡ യേശുവിന്റെ നാമത്തില് കർത്താവേ
ആരാധനയ്ക്ക് 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 ആരാധനയ്ക്ക്. Yes, Baba, Baba, Udara, Baba. Oh, ചിലത് hallelujah. Oh, വിസ്താരത്തിൽ തുറക്കട്ടെ കർത്താവേ. Yes, hallelujah, hallelujah. Amen. Yes, amen. Yes, hallelujah. Here's the key thing there. Amen. ഇതാണ് യഥാർത്ഥമായ കീ എന്നൊക്കെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. Amen. Jesus said to loose it. Amen. അതിനെ അഴിക്കുമെന്ന് യേശുക്രിസ്തു പറഞ്ഞു. Some of us have this thinking, Jesus will wait there indefinitely until I decide that I want to come out of this. ആമേൻ. ഞാൻ ഇതിനകത്തുനിന്ന് വരണമെന്ന് യേശുക്രിസ്തു ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇതിനകത്ത് നിന്ന് ഇറങ്ങാൻ വേണ്ടി കേശ് എത്രനാൾ എനിക്ക് വേണ്ടി കാത്തിരിക്കുമോ അത്രനാൾ എനിക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കും. He will wait for me until I am fully free. ആമേൻ. ഞാൻ സ്വതന്ത്രനാകുന്ന കാലത്തോളം യേശുക്രിസ്തു ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും എന്നുള്ളൊരു ചിന്ത. No, Jesus has to go into Jerusalem the next day. അമ്മൻ അടുത്ത ദിവസം യെരൂശലേമിലേക്ക് പോകുവാൻ തക്കവണ്ണം തയ്യാറെടുക്കുന്ന ക്രിസ്തു. This is the window of opportunity. ആമേൻ. ഇത് അവസരങ്ങളുടെ ഒരു വാതിലായിട്ട് വിളിച്ചു പറയുക. അല്ലാതെ യേശു കർത്താവ് അവിടെ ഇനി ഒരു മാസം അവിടെ കാത്തിരിക്കുവല്ല കഴുതക്കുട്ടി വരാൻ. He is not waiting there 1 month for that donkey to come free and loosen. He is saying this is the time. Loosen it and bring it here. ആമേൻ. കെട്ടപ്പെട്ടിരിക്കുന്ന കഴുതക്കട്ടിയെ അഴിക്കുവാൻ തക്കവണ്ണം ഇതാണ് സമയം. അതിനെ അഴിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവരും എന്ന് പറയുന്നു. Oh, this morning I have a word from the Spirit of God for some of you. ആമേൻ. ഇവിടെ ആയിരിക്കുന്ന ചിലരോട് ദൈവാത്മാവിൽ വിളിച്ചു പറയുന്ന ഒരു ദൂത്. This is your time. ഇത് നിങ്ങളുടെ യഥാർത്ഥ സമയമാണ്. This is your opportunity. ഇതൊരു സുവർണ്ണ അവസരമായി നിങ്ങളുടെ മുമ്പിലായിരിക്കും. This is the window of deliverance. ആമേൻ. ഒരു വിടുതലിന്റെ വാതിൽ നിങ്ങളുടെ മുമ്പിൽ തുറന്നിട്ടിരിക്കുക. ഹല്ലേലൂയ. അപാര. യെസ്. ഹല്ലേലൂയ. 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 Yes. Hallelujah. Hallelujah. കർത്താവേ അപ്പാ അത് തുറക്കുവാ. യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിപ്പാൻ. ഏറ്റെടുത്ത് വിടുതൽ പ്രാപിപ്പാൻ. ഏറ്റെടുത്ത് കെട്ടുകൾ അഴിയട്ടെ. Hallelujah. Yes. യേശുവിന്റെ നാമത്തിൽ. ഓ ചില കെട്ടുകൾ Amen. Yes. Hallelujah. Glory to God. Yes. Amen. Baba. Yes. Yes. Hallelujah. Hallelujah. Yes. Hallelujah. Hallelujah. What are you tied to this morning? അവൻ ഇന്ന് പ്രഭാതത്തിൽ എന്തൊക്കെ കെട്ടുകളുമായിട്ടാണ് ഇവിടെ ആയിരിക്കുന്നത്? Oh, who are you tied to? അവൻ എന്തിനെയാണ് നിങ്ങൾ കെട്ടിപ്പിടിക്കുന്നത്? This is the moment Jesus gives us tonight. How did this donkey get free? അവൻ എങ്ങനെയാണ് ഈ കഴുതക്കുട്ടി സ്വതന്ത്രയായത്? Jesus said he needed it. Yes. ആമേൻ. യേശുക്രിസ്തുവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞില്ലേ? So Jesus went and loosened the donkey. ആമേൻ. യേശുക്രിസ്തു അവിടെ ചെന്നിട്ട് കഴുതക്കുട്ടി അഴിച്ചെടുക്കുമായിരുന്നു. What does he say there? എന്താണ് അവിടെ പറഞ്ഞത്? He commanded and sent his disciples. ആമേൻ. അവൻ അവിടുന്ന് കൽപ്പനയിട്ട് തന്റെ ശിഷ്യഗണത്തെ അങ്ങോട്ട് അയക്കുവല്ലായിരുന്നു ചെയ്തത്. This is where many of us mess this up. ആമേൻ. ഇവിടെയാണ് പലപ്പോഴും നമ്മൾ മെസ്സായിട്ട് നമ്മൾ നിരാകരിച്ചു പോകുന്നത്. Because we dismiss and undermine the role of God's servants in our life. ആമേൻ. പലപ്പോഴും നമ്മൾ ദൈവദാസന്മാരുടെ ഉത്തരവാദിത്തത്തെ പാടെ നിരാകരിക്കുന്നു. അവർക്ക് we have no value for who they are and their role and what they can do. അവരെന്താണ്, അവർക്ക് ഒരു വിലയും കൽപ്പിക്കാതെ, അവരുടെ ഉത്തരവാദിത്തം എന്താണെന്നുള്ളത് ഒന്നിനും ഒരു വില കൽപ്പിക്കാതെ പോകുന്ന ചില മനോഭാവങ്ങളുള്ള I know it's just between me and God. ഞാനും ദൈവവുമായിട്ടുണ്ടെന്നുള്ള ചിന്താഗതിയോടെ കടന്നു പോകുന്നുവോ? What is the role that the servants of God have in your life this morning? നിങ്ങളുടെ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവദാസന്മാർക്ക് നിങ്ങളുടെ ഉള്ളത്തിൽ എന്ത് ഉത്തരവാദിത്തമാണ്, എന്ത് കർത്തവ്യം, എന്ത് ഉത്തരവാദിത്തമാണുള്ളത്? Young people, let me ask you, you've been born, some of you born and raised in the church. What is the significance? What is the role? What is the priority? What is the importance that you give for the servants of God in your life, in your family? ആമേൻ. ഇന്ന് ഇവിടെ പ്രഭാതത്തിൽ നിങ്ങളോട് വ്യക്തമായി ചോദിക്കട്ടെ. പലരും ഇവിടെ ജനിച്ചു വളർന്നവരുണ്ട്, ബന്ധുക്കോസ്റ്റിലായിരിക്കുന്നവരുണ്ട്. നിങ്ങൾ ആയിരിക്കുന്ന
ആയിരിക്കുന്ന ആ സഭയുടെ അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കുന്നവരിൽ ദൈവദാസന്മാരുടെ ഉത്തരവാദിത്വം, നിങ്ങൾ അവർക്ക് എന്ത് പ്രാധാന്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ കൂടി അവർക്ക് നൽകുന്നത്? നമ്മൾ ഇത് പ്രസംഗിക്കുമ്പോൾ ഭയങ്കര പാടാ, കാരണം നിങ്ങൾ വെറുതെ ഇത് തെറ്റിദ്ധരിച്ച് നമ്മൾ ഇത് വേറെ രീതിയിൽ എടുക്കും. പക്ഷേ I am compelled by the Spirit of God. This is not about Pastor Andrew or Pastor Abraham. We are not going to be here long. ഞങ്ങൾ ഈ രണ്ട് ദൈവദാസന്മാർ ഇനി അധികം നാൾ ഇവിടെ കാണത്തില്ല. നാളെ ഇവിടെ വേറൊരു ദൈവദാസൻ വന്നാൽ ആ ദൈവദാസന് നിങ്ങൾ കൊടുക്കാൻ പോകുന്ന വിലയും പ്രാധാന്യം എന്തുവാ? What is the importance of tomorrow when another pastor stands on this pulpit? What is the importance that he has in your life? ആമേൻ. ഇവിടെ ആയിരിക്കുന്ന ഒരു പാസ്റ്റർ ആൻഡ്രൂ, ഒരു പാസ്റ്റർ എബ്രഹാമോ അല്ല ഇന്ന് പ്രസംഗിക്കുന്ന ഞങ്ങൾ ഒരുപക്ഷെ നാളെ കാണത്തില്ലായിരിക്കാം. We will be gone. ആമേൻ. നാളെ പോകാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും നാളെ കടന്നു വരുന്ന ഒരു ദൈവദാസന് നിങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യം, എത്രമാത്രം നിങ്ങൾ ബഹുമാനം കൊടുത്താണ് അവരെ നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ആമേൻ. I've heard people say like this. ഇങ്ങനെ ചില വ്യക്തികൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. Oh, the more you become spiritually mature, the less you tell the pastor. You just go directly to God. You don't need to get the pastors involved. ആമേൻ. ഇങ്ങനെ പലരും പറയും ആത്മീയ പക്വതയിൽ ഉന്നമനം പ്രാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ദാസന്മാരോട് ദൈവദാസന്മാരോട് ഒന്നും പറയണ്ട, എല്ലാം നിങ്ങൾ ദൈവവുമായിട്ട് നേരിട്ട് പറയണം. Yeah, that's not spiritual maturity. That's called spiritual pride. ആമേൻ. അത് ആത്മീയ പക്വതയെ കാണിക്കുന്നതല്ല, അത് ആത്മീയ അഹങ്കാരത്തെ, അഹന്തയെ കാണിക്കുന്നതാണ്. ഇങ്ങനെയുള്ള പ്രസ്താവന കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ എല്ലാം അറിയുന്നവരുടെ പാപത്തിന്റെ അറിവില്ലായ്മയാ കാണിക്കുന്നത്. These people who think they know everything, they are purely ignorant when it comes to the things of God. ആമേൻ. ഇങ്ങനെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഇങ്ങനെ വിഷയമായി വരുമ്പോൾ അവർ അറിവില്ലാത്ത ഒരു ജീവിതത്തെയാണ് അവർ തുറന്നു കാണിക്കുന്നത്. Let me explain something to you very clearly. വളരെ വ്യക്തമായിട്ട് ഒരു കാര്യം കൂടി നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. There are times when God will do things directly in your life. നിങ്ങളുടെ ജീവിതത്തിലെ ചില ആവശ്യങ്ങളിൽ ദൈവം യഥാർത്ഥമായി ഇറങ്ങി വന്ന് നിങ്ങൾക്ക് ചെയ്തെടുക്കാറുണ്ട്. There are times when he will give you the healing directly. ആമേൻ. ചില സമയത്ത് നിങ്ങൾക്ക് ദൈവം യഥാർത്ഥമായി സൗഖ്യം നൽകാറുണ്ട്. There are times he will speak to you directly. ദൈവം യഥാർത്ഥമായി നിങ്ങളോട് മുഖാമുഖം സംസാരിക്കാറുണ്ട്. There are times you will receive the baptism of the Holy Spirit directly. യേശുക്രിസ്തു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം യഥാർത്ഥമായി നിങ്ങൾക്ക് ലഭിക്കാറുണ്ട്. But there are times when he chooses to use his servants to accomplish that purpose. ആമേൻ. എന്നാൽ ചില പ്രത്യേക നിവൃത്തീകരണത്തിന് വേണ്ടി, ചില പ്രത്യേക കാര്യങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി ദൈവദാസന്മാരെ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തെടുക്കേണ്ടുന്ന ചില സമയങ്ങൾ, നിമിഷങ്ങളുണ്ടെന്ന് ഞാൻ വിളിച്ചു പറയട്ടെ. And which method that is done is not dictated and determined by you. That's determined by God. ആമേൻ. ഏത് രീതിയിലാണ് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തെടുക്കേണ്ടത് എന്നുള്ളത് നിങ്ങളല്ല തീരുമാനിക്കേണ്ടത്. നിങ്ങളുടെ തീരുമാനമല്ല, അത് ഉയരത്തിലുള്ള സർവശക്തനായ പിതാവിന്റെ തീരുമാനമാണ്. Please forgive me, but can I ask you a blunt? Who do you think you are to tell God how he should do his work in your ഇന്ന് life? പ്രവാസ യഥാർത്ഥമായി ചോദിക്കട്ടെ, ഞാൻ പറയുന്നത് ആദ്യമേ തന്നെ ക്ഷമാപണം ഞാൻ അപേക്ഷിക്കുകയാണ്. എന്നാൽ നിങ്ങൾക്ക് ആരധികാരം തന്നു ദൈവത്തോട് ചോദിക്കുവാൻ ഇങ്ങനെ എന്റെ ജീവിതത്തിൽ ഭവിക്കണമെന്ന്? When you go to a store and you order something, you don't tell the store owner, give it to me through FedEx, I don't want UPS. ആമേൻ. നിങ്ങൾ എന്തെങ്കിലും ഓർഡർ ചെയ്യുമ്പോൾ എനിക്ക് ഫെഡെക്സിൽ മതി, USPS വേണ്ട എന്ന് പറയുമോ? You have no right there. ആമേൻ. അങ്ങനെ പറയാനുള്ള ഒരു അവകാശം നിങ്ങൾക്കില്ല. I mean, the master of the store, the owner of the store will decide whether you want to send a FedEx, whether you want to send a UPS, whether you want to send a post. That's his desire, what he wants to do. നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ഒരു സംഭവം അവിടെ ആയിരിക്കുന്ന മാനേജർ ഡിസൈഡ് ചെയ്യും, ഫെഡെക്സ് വേണോ, USPS വേണോ, UPS വേണോ എന്നുള്ളത്. Amen. Amen. Yes. Here we are saying, God, I don't want any pastor coming and telling me. ആമേൻ. ഒരു ശുശ്രൂഷകൻ എൻ്റെ അടുത്ത് വന്ന് പറയാണ് എനിക്ക് ഒരു ആഗ്രഹവുമില്ല എന്ന് പലപ്പോഴും പ്രാർത്ഥിക്കും. ഈ സൗഖ്യം തരുവാണെങ്കിൽ ഒരു ദൈവദാസൻ കൂടെ അല്ല, നേരിട്ട് സൗഖ്യം തരുവാണെങ്കിൽ തരുന്നാ മതി. I don't want any pastor lay hands on me. If God wants to heal me, let him do it directly. ആമേൻ. ഒരു കർത്തൃദാസന്മാർ എൻ്റെ മേൽ തല കൈവച്ചിട്ട് ഒരു സൗഖ്യം വേണ്ട, എനിക്ക് തന്നെ നേരിട്ട് തരുന്നെങ്കിൽ ഞാൻ പരിശുദ്ധാഭിഷേകം പ്രാപിക്കാൻ ഒരാൾ എന്റെ തല കൈ വെക്കണ്ട, ഞാൻ കിട്ടുവാണെങ്കിൽ ദൈവം നേരിട്ട് തന്നാ മതി. ആരും എനിക്ക് വേണ്ടി എന്റെ തല കൈ വെക്കണ്ട. Amen. I don't want anyone to put their hands on. Yeah. For me to hear the prophecy, I don't want any prophet coming. If God has anything to speak, let him speak directly to me. അവൻ ഒരു പ്രവാചകൻ വന്ന് എൻ്റെ നേരെ പറയണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. എന്തെങ്കിലും പറയണമെങ്കിൽ നേരിട്ട് ഇങ്ങ് പറഞ്ഞാൽ മതി എന്നുള്ളൊരു. You know what you're doing? എന്താണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് അറിയാമോ? You are putting aside, you are pushing
pushing aside some of the things that God is trying to send in your life. ആമേൻ. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം ചെയ്തെടുക്കേണ്ടുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ തള്ളി മാറ്റിക്കളയുക ചെയ്യുന്നത്. I know you're not liking it, but it's not about any pastor. This weekend, another man of God is coming. It is not spiritual immaturity to go and ask a man of God, can you please pray for me? ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ഒരു ദൈവദാസനോട് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറയുന്ന ആത്മീയ പക്വത കുറവൊന്നുമല്ല, അത് ആത്മീയ പക്വതയുടെ ലക്ഷണം തന്നെ. That is the sign of maturity. ആമേൻ. യഥാർത്ഥമായ ആത്മീയ പക്വത എന്ന് പറയുന്നത് ദൈവദാസന്മാരുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കുന്നതാണ്. ഒരു ദൈവദാസൻ ഓൾട്ടർ കോൾ വിളിക്കുമ്പോൾ ഞാൻ പോകുന്നില്ല, ഇവിടെ ചെയ്യുവാണെങ്കിൽ ചെയ്യട്ടെ. If God does do it, let him do it right here. That is pride. ആമേൻ. ദൈവദാസന്മാർക്ക് അടുത്തേക്ക് പോകാതെ മാറി നിൽക്കുന്ന ആത്മീയ അഹന്തയാണെന്ന് വിളിച്ചു പറയട്ടെ. Understand one thing. I know പലരും ഇഷ്ടപ്പെടുന്നില്ല, but understand one thing. ഞങ്ങളെ ഇവിടെ ദൈവം ആക്കി വെച്ചിരിക്കുന്നത് വിവാഹ ശുശ്രൂഷയും സംസ്കാര ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി മാത്രമല്ല. We are not here just to do your weddings and funerals. That God has appointed us for the spirit ministry. ആമേൻ. ദൈവമാണ് ഞങ്ങളെ ഇവിടെ ശുശ്രൂഷയ്ക്കായി ആക്കി വെച്ചിരിക്കുന്നത്, അല്ലാതെ ഒരു വിവാഹ ശുശ്രൂഷയ്ക്കോ സംസ്കാര ശുശ്രൂഷയ്ക്കോ അല്ല എന്ന് വിളിച്ചു പറയുന്നു. ദൈവദാസന്മാർ ഇവിടെ നിൽക്കുന്നത് ആത്മീയ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയാ. They are here to do the spirit ministry. ആമേൻ. ഇവിടെ ആയിരിക്കുന്ന ആത്മീയ ശുശ്രൂഷയുടെ നിവർത്തീകരണത്തിന് വേണ്ടതെന്ന് വിളിച്ചു പറയട്ടെ. ആമേൻ. ഞാൻ കേട്ടിട്ടുണ്ട് people saying, ഞാൻ പ്രാർത്ഥിച്ചാലും പാസ് പ്രാർത്ഥിച്ചാലും എന്തോ വ്യത്യാസം, ഒരേ ദൈവമല്ലേ, അല്ലാതെ ഈ ഭാഷമാർ എന്തോ ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവരാണോ? അല്ലല്ലോ, നമ്മളെല്ലാം ഒന്നല്ലേ. Don't be dumb. There is an anointing and a spiritual authority on God's servants to move in the spirit. ആമേൻ. ദൈവദാസന്മാരുടെ മേല് ചില ആത്മീയ അധികാരങ്ങള്, ചില അവകാശങ്ങളൊക്കെ ദൈവം ഉയരത്തിൽ നിന്ന് നൽകിയിട്ടുണ്ടെന്ന് തിരിച്ചറിയണം. Some of you may have an attitude, it's none of pastor's business to know what's going on in my life. എന്റെ ജീവിതത്തിൽ കടന്നു പോകുന്നത് ഈ ദൈവദാസൻ അറിയേണ്ട കാര്യമില്ല എന്നുള്ളൊരു ചിന്താഗതിയുടെ പറയുന്നു. I cannot speak for every pastor in the world, but I tell you one thing. The two pastors in this church, Pastor Abraham and Pastor Andrew, we don't gain anything by knowing, we don't lose anything by not knowing. ആമേൻ. നിങ്ങൾ അറിഞ്ഞതുകൊണ്ട് എന്തെങ്കിലും നേടുവോ, എന്നാൽ അറിയാത്തതുകൊണ്ട് എന്തെങ്കിലും ഞങ്ങൾക്ക് നഷ്ടമുണ്ടാവോ ഇല്ല എന്ന് ഞാൻ വിളിച്ചു പറയുന്നു. But if you tell us, എന്നാൽ നിങ്ങൾ പറയുവാണെങ്കിൽ, if you ask for prayer, അന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി അപേക്ഷിക്കുവാണെങ്കിൽ, ആമേൻ, we servants of God will be on our knees for you. ആ വിഷയത്തിന് മുമ്പാകെ മുട്ടുമടക്കിയിരുന്ന ദൈവത്തോട് ഞങ്ങൾ കരഞ്ഞപേക്ഷിക്കും. We will intercede for you. നിങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് കരഞ്ഞു We പ്രാർത്ഥിക്കും. will shed tears for you. നിങ്ങൾക്ക് വേണ്ടി കണ്ണുനീരിനെ ഒഴുക്കുവാൻ ഞങ്ങൾ മുട്ടുമേലിരിക്കും. And when the Spirit of God gives us the leading, we will lay our hands and pray for you. പരിശുദ്ധാത്മാ നിയോഗ പ്രകാരമാണെങ്കിൽ നിങ്ങളുടെ മേൽ കൈവച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കും. And we will see the power of God move. അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി ശക്തി ഇറങ്ങുന്നതായി ഞാൻ കാണും. ആമേൻ. Jesus commanded, but send his servant. യേശു ക്രിസ്തു കൽപ്പിച്ചു, എന്നാൽ അയച്ചത് ശിഷ്യന്മാരെയല്ലേ. This weekend God is sending his servant to minister to our church. നമ്മുടെ സഭയ്ക്കകത്തേക്ക് ശുശ്രൂഷിക്കാൻ വേണ്ടി ഒരു ശുശ്രൂഷകനെ ദൈവം ഇവിടെ അയക്കുന്നില്ലേ. ആമേൻ. ഹല്ലേലൂയ. Get ready. ആമേൻ. അതിനു വേണ്ടി നിങ്ങൾ തയ്യാറെടുത്തു. ഹല്ലേലൂയ. 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 He says they loosened that donkey and brought him to Jesus. ആമേൻ. അവിടെ അവർ ചെന്ന് അഴിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. Jesus is making a promise there. ആമേൻ. അവിടെ ഒരു പ്രവചന നിവർത്തീകരണമാണ്, ഒരു വാഗ്ദത്ത നിവർത്തീകരണം. ഈ കഴുതക്കുട്ടിയെ ഞാൻ എങ്ങനെ വിടുവിച്ചോ അതേ രീതിയിൽ ലോകത്തിന്റെ മനുഷ്യരെ ഞാൻ വിടുവിക്കാൻ കഴിയും. I can deliver the mankind the same way I delivered this donkey. കെട്ടപ്പെട്ട കഴുതക്കുട്ടിയെ ഞാൻ കെട്ടഴിച്ചുകൊണ്ട് എങ്ങനെ കൊണ്ടുവന്നുവോ അതുപോലെ ഈ ലോകത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്ന ചിലരെ എല്ലാവരെയും വിടുവിച്ചെടുക്കുവാൻ ശക്തനാണെന്ന് ഒരു വാഗ്ദത്തമാണ് ഇവിടെ വിളിച്ചു പറയുന്നത്. ആമേൻ. That's what this morning this table is signifying. അതാണ് ഈ കർത്തൃമേശയിൽ കൂടി നമ്മൾ കാണുന്നത്, വിളിച്ചു പറയുന്നത്. This table signifies one message. ആമേൻ. ഒരു ദൂതാണ് ഇതിൽ കൂടി വിളിച്ചു പറയുന്നത്. I am the one that can loosen every tie. എല്ലാ കെട്ടുകളെയും അഴിക്കുവാൻ കഴിയുന്ന ഒരുവനാണ് ഞാനെന്ന് വിളിച്ചു പറയുന്നു. This
morning, child of God, look Yes. to Calvary. ആമേൻ കാൽവറിയുടെ വിലക്കളത്തിലേക്ക് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുടെ കണ്ണൊന്ന് ഉയർത്ത്. Amen. When we were bound with sin. ആമേൻ പാപത്തിന്റെ കെട്ടുകളിൽ കൂടി കെട്ടുകളിൽ കൂടി കടന്നു പോകുന്നവരെ. Amen. When we were bound in our false religion. ആമേൻ തെറ്റായ മതത്തിൽ കൂടി കടന്നു പോകുന്നവരെ. When we were bound in our tradition. നമ്മുടെ ആചാരത്തിൽ കൂടി മുഴുകി പോകുന്നവരെ. We were just like that donkey. ആമേൻ നാമും അങ്ങനെയുള്ള കെട്ടുകളിൽ കൂടിയാണ് പോകുന്നത്. കഴുതക്കുട്ടിയുടെ കൂടാണ് പോകുന്നത്. But to loosen us. എന്നാൽ നമ്മുടെ കെട്ടുകളെ ഒന്ന് അഴിക്കുവാൻ He came in this world. ആമേൻ ഇതിനകത്തേക്ക് അവൻ അവിടുന്ന് ഇവിടത്തേക്ക് ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. And he took on the cross. അവൻ തന്നെ യാഗമാക്കി ക്രൂശിലേക്ക് കയറി. And there he shed his last drop of blood. ആമേൻ നമുക്ക് വേണ്ടി അവസാന തുള്ളി രക്തം കൂടി ഒഴിച്ചില്ലേ. And from the cross he declares, I have set you free. അവിടെ നിന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു, നിങ്ങളെ ഞാൻ സ്വതന്ത്രരാക്കിയിരിക്കുന്നു. Child of God, this morning the blood of Jesus sets us free. ആമേൻ. ദൈവമക്കളെ, ഇന്ന് പ്രഭാതത്തില് സ്വർഗ്ഗത്തിലെ അപ്പച്ചൻ യേശുക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കിയിരിക്കുക. പിശാച് കെട്ടിയ കെട്ടനെ അഴിക്കുവാൻ ദൈവത്തിന്റെ പുത്രൻ ലോകത്തിലേക്ക് വന്നു. ആമേൻ. ആമേൻ. He has come in the world to loosen the bondages of sin. പാപത്തിന്റെ കെട്ടുകള് ബന്ധനങ്ങളെ അഴിക്കുവാന് ഈ ലോകത്തിലേക്ക് ക്രിസ്തു ഇറങ്ങി വന്നില്ലേ.